മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ. അമ്മേ, നിങ്ങൾ മാത്രം എങ്ങനെയാ ഈ ബിരിയാണി ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത്? ഞാനും എത്രയോ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ഷമീർ ഇതെന്താ തക്കാളി ചോറാണോന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഇല്ലേ, അടിപൊളിയായിട്ടുണ്ടമ്മേ. അത് എങ്ങനെയാണെന്ന് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? അതിനെന്താ, പറഞ്ഞു തരാലോ. ഞാൻ പറയും പോലെ ഉണ്ടാക്ക്, അപ്പൊ ബിരിയാണി നല്ല ടേസ്റ്റിൽ വരും. ആ ശരിയമ്മേ, അമ്മ പറയും പോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വേണം ഈ ഷമീർ എന്നെ കളിയാക്കണതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ. കാര്യമായിട്ടമ്മേ, ഞാൻ എന്തുണ്ടാക്കിയാലും ഇല്ലേ അത് എപ്പോഴും എന്തെങ്കിലും ഒരു കുറ്റം പറയും. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ തക്കാളി ചോറ് പോലെ ഉണ്ട് പറയും. പിന്നെ ഞാൻ രസം വെച്ചാ ഇതെന്ത് പച്ചവെള്ളമാണോ ചോദിക്കും. എപ്പോഴും ഇല്ലേ ഞാൻ ഉണ്ടാക്കണതിനേക്കാളും അമ്മ ഉണ്ടാക്കണതാണ് ഷമീറിന് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കണതൊന്നും തീരെ ഇഷ്ടമല്ല. അങ്ങനെയൊന്നും ഇല്ല മോളെ, നീ ഉണ്ടാക്കണത് അവന് ഇഷ്ടമാണ്. പക്ഷെ അവൻ വെറുതെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറയായിരിക്കും. എന്താ കളിയാക്കാൻ വേണ്ടി എപ്പോഴും പറയോ? അത് അവന് വെറുതെ നിന്നെ കളിയാക്കണത് ഒരു രസത്തിന് വേണ്ടി പറയുകയാണ്. പക്ഷെ എന്നെ കൊണ്ടില്ലേ എപ്പോഴും ഐഷു ഉണ്ടാക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അമ്മേ, ഇത് അമ്മ എനിക്ക് വേണ്ടി വെറുതെ പറയുമല്ലേ? ഞാൻ വെറുതെ പറയല്ല, പക്ഷെ അവൻ വെറുതെ പറയുവാണോന്ന് അറിയില്ല. അമ്മേ അല്ല മോളെ, ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാനും കഴിച്ചിട്ടുണ്ടല്ലോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ബിരിയാണി ഇതുപോലെ വലിയ വലിയ ഐറ്റങ്ങൾ കുറച്ച് എന്തെങ്കിലും ഒരു കുഴപ്പം വരും, അത് കുഴപ്പമില്ല. ഞാൻ നിനക്കത് പറഞ്ഞു തരാം കേട്ടോ. ആ ശരിയമ്മേ. പിന്നെ നമ്മ രണ്ടുപേരും ഇവിടെ കാര്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുവാണ്. പിന്നെ ഈ പേരത്തിയും അപ്പാപ്പനും കൂടെ എവിടെ പോയതാണ്? രണ്ടുപേരുടെ സൗണ്ടും കാണുന്നില്ല. അവര് ഇവിടെ പുറത്ത് കളിക്കാണെന്ന് തോന്നണ്. അതെയോ, ശരി ശരി, കളിക്കട്ടെ. ഷമീറിന്റെ വാപ്പയ്ക്ക് റിയാനെ കാണാതെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഷമീറിന്റെ മേലെ എത്ര ദേഷ്യം കാണിച്ചാലും പേരക്കുട്ടിന്റെ മേലുള്ള സ്നേഹം കുറച്ച് കൂടുതലാ. അതെ അമ്മേ, ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചത്. ഷമീറിന്റെ വാപ്പയും ഷമീരും എപ്പം നോക്കിയാലും എപ്പോഴും ഒരേ പിണക്കം തന്നെ. എന്താ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം? അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഷമീറിന്റെ വാപ്പ എന്തെങ്കിലും എന്ന് പറയുന്നത് ഷമീറിന് ഇഷ്ടപ്പെടില്ല. ഷമീർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വാപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഒരാൾ മാറ്റി ഒരാൾ എന്തെങ്കിലും എന്ന് പറഞ്ഞിങ്ങനെ പിണങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അതവര് ആദ്യം തൊട്ടേ അങ്ങനെയാ. പിന്നെ ഞങ്ങൾക്കത് കണ്ട് കണ്ട് ശീലമായി. നിനക്കത് കാണുമ്പോൾ ഇപ്പോൾ കുറച്ച് പുതിയതായി തോന്നും. പിന്നെ ഷമീരോട് എപ്പോഴും പിണങ്ങണമെന്ന് വിചാരിച്ച് ആൾക്ക് ഷമീരോട് സ്നേഹമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ രണ്ടുപേരും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലേ, ആൺകുട്ടികൾ എപ്പോഴും അമ്മയെ കൊണ്ട് കാണിക്കുന്ന സ്നേഹം അച്ഛനോട് അങ്ങനെ തുറന്നൊന്നും കാണിക്കില്ല. അതുപോലെ പെൺകുട്ടികൾ നേരെ തിരിച്ചാ, എപ്പോഴും അച്ഛനെ കൊണ്ട് സ്നേഹം തുറന്നു കാണിക്കും, പക്ഷേ അമ്മമാരെ കൊണ്ട് എപ്പോഴും വഴക്കായിരിക്കും. അത് അമ്മ പറഞ്ഞത് ശരിയാ. ഇപ്പൊ റിയ അടക്കം അങ്ങനെയാണ്. അച്ഛനെ കൊണ്ട് ഭയങ്കര സ്നേഹമാ, പക്ഷെ എന്നെ കൊണ്ടാണെങ്കിലോ എപ്പോഴും വഴക്കാ. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രണ്ടുപേരും അടികൂടിയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അമ്മുക്കുട്ടിക്ക് തലയൊക്കെ നല്ല ചന്തത്തിൽ കെട്ടി ജണ്ടി ഇട്ടിട്ടുണ്ട്. അതെ, അമ്മുന് രണ്ടു ഭാഗത്ത് രണ്ട് ജുണ്ടി വന്നിട്ടുണ്ട്. അതെന്താ അമ്മുക്കുട്ടിക്ക് അമ്മ ജുണ്ടി ഇട്ട് തരാത്തത്? അമ്മയ്ക്ക് ഇവിടെ അത്രയും വലിയ പണിയാണോ? അയ്യോ, എന്തൊരു വിളവാണ്! വെറുതെ ഇരുന്നിട്ട് പോലും എന്റെ അമ്മക്കുട്ടിക്ക് ജുണ്ടി ഇട്ട് തരില്ലേ? ശരി ശരി, നിക്ക്. അപ്പപ്പ അമ്മനെ നല്ലോണം ചീത്ത പറയാ കേട്ടോ. എന്റെ സ്വത്ത് കൊടുത്തിന് രണ്ടുപേരും കൂടെ ചീത്ത പറയണോ? നിക്കിട്ടാ, അപ്പാപ്പ അമ്മനെയും അച്ഛനെയും കൂടെ നല്ല വലിയൊരു വടിയും കൊണ്ട് തല്ലാട്ടാ. ശരിയടാ അമ്മു. ബട്ടർ പൂച്ചിയോ? അമ്മോ, അത് പൂമ്പാത്തിയല്ലേ? അത് ശരി, ഈ പൂമ്പാറ്റ ഉണ്ണിക്കുട്ടിയുടെ ഫ്രണ്ടാണോ?
എന്ത് മിയാവ് മിയാവ് കത്തുവോ? മിയാവ് മിയാവുന്ന പൂച്ചക്കുട്ടിയല്ലേ കത്തുക? ഇത് പൂമ്പാറ്റയല്ലേ? ഇത് കത്തുവൊന്നുമില്ലല്ലോ. ശരി ശരി, ഈ പൂമ്പാറ്റിനെ ഉണ്ണിക്കുട്ടിക്ക് ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാ. ഉണ്ണിക്കുട്ടിയില്ലേ ഈ ബട്ടർ പൂച്ചയ്ക്ക് മമ്മ കൊടുക്കും, അറിയോ? അത് ശരി, പൂമ്പാറ്റയ്ക്കൊക്കെ നീ മമ്മ കൊടുക്കുവോ? മമ്മ കൊടുക്കും, ചോക്കി കൊടുക്കും, വെള്ളം കൊടുക്കും, ജ്യൂസ് കൊടുക്കും, എല്ലാം കൊടുക്കും. ഇല്ല ബട്ടർ പൂച്ചി? ബട്ടർ പൂച്ചി, ഇന്നേ ഞങ്ങളുടെ വീട്ടിലെ ബിരിയാണിയാണ്, നിനക്ക് അറിയോ? ഉണ്ണിക്കുട്ടി നിനക്ക് ബിരിയാണി തരാട്ടോ, നീ ബിരിയാണി കച്ചിട്ട് പോയാ മതി. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ലിയ കുട്ടി